الذي بعث رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും പരിപാലകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ഇന്ന് ദുൽഖഅദ 9 പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്ത മാസം ജൂൺ 17 ഏതാണ്ട് ദുൽഹിജ്ജ 10 വരും. അന്ന് ബലിപെരുന്നാളാണ്. ആ ഒരാഴ്ചക്കാലം ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ലോകത്തുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ വ്യാപൃതരാകുന്ന സമയം കൂടിയാണ്. ദുൽഹിജ്ജ 8 മുതൽ 13 വരെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ. 5 ദിവസത്തെ കർമ്മങ്ങളാണ് ഹജ്ജിനുള്ളത്. അത് 12 തന്നെ പൂർത്തിയാക്കി പോരാവുന്നതുമാണ്. അപ്പൊ 4-5 ദിവസം ഹാജിമാരൊക്കെ ഹജ്ജ് യാത്രക്ക് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പലരും യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് സർക്കാർ ഹജ്ജ് കോട്ടയിൽ ധാരാളം പേർക്ക് അൽഹംദുലില്ലാ അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ എല്ലാവർക്കും മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുവാൻ അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കർമാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാമത്തേത് വിശ്വാസ പ്രഖ്യാപനമാണ്, ഷഹാദത്ത്. അതിൽ പ്രത്യക്ഷമായി അനുഷ്ഠാനങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും അടിത്തറ ആ പ്രഖ്യാപനമാണ്. രണ്ടാമതായി നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ക്രമത്തിൽ ഈ പഞ്ചസ്തംഭങ്ങളിൽ കടന്നു വരികയാണ്. അതിൽ ഏകദൈവാരാധനയുടെ മില്ലത്ത് ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെ പ്രവാചക ജീവിതത്തിന്റെ ഒട്ടനേകം അടരുകൾ സ്പന്ദിക്കുന്ന കർമ്മങ്ങൾ കൂടിയാണ് ഹജ്ജിന്റെ ഓരോ മേഖലയിലും നമുക്ക് കാണാൻ കഴിയുക. മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ മാർഗം എന്നാണ്. ആ മാർഗത്തിലൂടെയുള്ള സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടത്. ആ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയാത്ത കർമ്മങ്ങളാണ് ഹജ്ജിനെ ഹജ്ജാക്കി തീർക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ ഷിആറുകളാണ്. ഷിആർ എന്ന് പറഞ്ഞാൽ ശആഇറുല്ലാഹ് എന്ന് ഖുർആൻ പ്രയോഗിച്ച അടയാളങ്ങൾ, ചിഹ്നങ്ങൾ. ശആഇർ
എന്നതിന്റെ ഏകവചനമാണ് ഷിയാർ എന്ന് പറഞ്ഞാൽ. അടയാളം അല്ലെങ്കിൽ ഒരു പ്രതീകം, ചിഹ്നം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനില് ഹജ്ജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറ ഹജ്ജിന്റെ 32-ാമത്തെ ആയത്തിൽ ഖുർആൻ ഹജ്ജിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പ്രത്യേകമായി അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. വല്ലവനും അള്ളാഹുവിന്റെ ഈ മതചിഹ്നങ്ങളെ, അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്, അള്ളാഹു പ്രത്യേകമായി ഏർപ്പെടുത്തിയ ചിഹ്നങ്ങളാണ്, അതിനാരെങ്കിലുമൊക്കെ ആദരിക്കുന്ന പക്ഷം അത് അവന്റെ ഹൃദയത്തിലുള്ള തഖ്വയിൽ നിന്നുണ്ടാകുന്നതാണ്, തഖ്വയുടെ അടയാളമാകുന്നു. തഖ്വയുള്ളവർക്ക് ആ അടയാളങ്ങളെ ബഹുമാനിക്കാൻ കഴിയണം. അതിനെ ബഹുമാനിക്കുന്നത് തഖ്വയുടെ ഭാഗമാണ്. ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ എന്ന് വിശുദ്ധ ഖുർആൻ സൂറ ഹജ്ജിലെ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അങ്ങനെ അള്ളാഹു ആദരിച്ച കാര്യങ്ങൾ ആദരിക്കുകയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പവിത്രതയുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് പവിത്രത കൽപ്പിക്കുകയും ചെയ്യുക എന്നത് ഹജ്ജിന്റെ ഈ കർമാനുഷ്ഠാനങ്ങളും ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ചില പ്രത്യേകമായ സ്ഥലങ്ങൾക്ക്, അതേപോലെ തന്നെ പ്രത്യേകമായ സമയത്തിന്, വസ്തുക്കൾക്ക്, ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക് ഒക്കെ ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ പ്രാധാന്യമല്ല, അല്ലാഹു റസൂലും കൽപ്പിച്ചതാണ്. അതേപോലെ തന്നെ വിശുദ്ധ റമദാൻ മാസം എന്ന് പറയുമ്പോൾ പവിത്രമായ മാസങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ 4 മാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിൽ 2-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആഇറല്ലാഹ് എന്ന് പറഞ്ഞു. സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. അപ്പൊ മതചിഹ്നങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു നൽകിയ സ്ഥലമായിരുന്നാലും, സമയമായിരുന്നാലും, വസ്തുവായിരുന്നാലും, ദിവസമായിരുന്നാലും, മാസമായിരുന്നാലും, ഹജറുൽ അസ്വദ്, ഇബ്രാഹിം മഖാം, സഫ മറുവ എന്നൊക്കെ പറയുന്നത് എന്താ? ഒന്നുമില്ല. അതിനെന്തെങ്കിലും ദൈവികതയുണ്ടോ? അതിനെന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയോ? ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അതിന് പവിത്രത കൽപ്പിക്കുന്നു? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൽപ്പിച്ചു. ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറക്ക് പോകുന്ന ആളുകൾ, ഹാജിമാർ സഅയിന് വേണ്ടി സഫാ സഫയിലേക്കാണ് ആദ്യം പോവുക. അപ്പൊ വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 158-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് സഫയിലേക്ക് പോകേണ്ടത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്നാണ് പറയുന്നത്. സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്, ഒന്നുമില്ല. അവിടെ ആ മലയുടെ അവശിഷ്ടങ്ങളുണ്ട്. അത് സാധാരണ പാറക്കല്ല് പോലെയുള്ള കല്ല് മാത്രമാകുന്നു. പക്ഷെ അതിനെ അള്ളാഹു അവന്റെ ചിഹ്നമായി നമുക്ക് പരിചയപ്പെടുത്തി. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സൂറ ബഖറയിലെ 158-ാമത്തെ ആയത്ത് എല്ലാ ഹാജിമാരും പാരായണം ചെയ്തുകൊണ്ടാണ് സഅയിലേക്ക് പ്രവേശിക്കുക. ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്നാണ് ആയത്തിന്റെ മുഴുവൻ രൂപം. അപ്പൊ എന്താണ്? ഹജറ ബീബി ഓടിയ ആ പ്രദേശത്തെ അള്ളാഹു ലോകാവസാനം വരെയുള്ള കർമാനുഷ്ഠാനങ്ങളുടെ ചരിത്രത്തിന്റെ ഇസ്ലാമിന്റെ ചിഹ്നമാക്കി. മിൻ മഖാമി ഇബ്രാഹിമ മുസ്വല്ല. തവാഫ് നിർവഹിക്കുന്നു ഹാജിമാർ. തവാഫ് നിർവഹിച്ചു കഴിഞ്ഞാൽ ആ തവാഫിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇബ്രാഹിം മഖാമിന്റെ പിറകിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുക എന്നത്. അതെന്താണ്? ഇബ്രാഹിം നബി നിന്ന സ്ഥലം, അത്രേ ഉള്ളൂ. ഇബ്രാഹിം നബി കഅബാലയം പടുത്തുയർത്തുവാൻ വേണ്ടി നിന്നപ്പോൾ ആ കാലടികൾ പതിഞ്ഞ ആ സ്ഥലം ഒരു ചില്ലിന്റെ കൂട്ടിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിന്റെ പിറകിൽ നമസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞു. ആ കർമ്മം നമ്മൾ നിർവഹിക്കുന്നു. ഇബ്രാഹിം മഖാമിന്റെ പിറകിൽ എപ്പോഴും തിരക്കായിരിക്കും. അപ്പൊ സൗകര്യമുള്ള ആ ഭാഗത്ത് എവിടെ നിസ്കരിക്കാം? ഹറമിന്റെ ഏത് ഭാഗത്ത് നിസ്കരിക്കാം? കഴിയുമെങ്കിൽ ഇബ്രാഹിം മഖാമിന്റെ പിറകിലാണ് ഏറ്റവും അഫ്ളലായത്.
ഹജറുൽ അസ്വദിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്, റുക്നുൽ യമാനിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്, കഅബാലയത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോ സഫയെക്കുറിച്ചും മർവയെക്കുറിച്ചും പറഞ്ഞു. സൂറ ഹജ്ജിൽ തന്നെ 36-ാമത്തെ ആയത്തിൽ ബലിമൃഗങ്ങളെ കുറിച്ച് അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ബലിമൃഗങ്ങളെ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളാക്കിയിരിക്കുന്നു. ബലിമൃഗത്തെ അള്ളാഹു അവന്റെ ഷിആറായിട്ടാണ് നമ്മൾ ബലിയർക്കുമ്പോഴൊക്കെ അത് അള്ളാഹുവിന്റെ ഒരു ഷിആറാണ്. ഒട്ടകങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രത്യേകമായി പറഞ്ഞത്. എല്ലാ ബലിമൃഗങ്ങളും അതിൽ പെടും. അതേപോലെ തന്നെ മക്കയെ പവിത്രമായി പ്രഖ്യാപിച്ചു സൂറ ഖസസിലെ ആയത്തിൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബലദ അല്ലദീ ഹറമഹാ വലഹു കുല്ലു ശൈഇൻ ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. ഈ രാജ്യത്തെ അല്ലാഹു പവിത്രമാക്കി തീർത്ത ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയുടെ പവിത്രതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറ ഖസസിൽ സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ ആ ഷിആറുകളുടെ ആദരവ് അംഗീകരിച്ചുകൊണ്ട് കഅബാലയം നേരിൽ കാണുക എന്നത് ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമസ്കാരം ആരംഭിച്ചതു മുതൽ അങ്ങോട്ട് തിരിഞ്ഞാണ് ലോകത്തുള്ള എല്ലാ വിശ്വാസികളും നിസ്കരിക്കുന്നത്. ആ മതാഫിൽ കഅബാലയത്തെ തവാഫ് ചെയ്യുക എന്നത് എല്ലാ വിശ്വാസികളുടെയും ഒരു ആഗ്രഹമാണ്. അവിടെ എത്തിപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളുണ്ട്. ഇനിയും എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഹജ്ജിനൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പല കാരണങ്ങളാൽ ഇങ്ങനെ താമസം വന്ന്, എന്നാലും മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായി നമ്മളത് കൊണ്ടു നടക്കണം. അപ്പൊ ഈ കർമാനുഷ്ഠാനങ്ങളുടെ കൂടെ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ വെച്ച് അളക്കാനുള്ളതല്ല. അള്ളാഹുവും റസൂലും അങ്ങനെ പറഞ്ഞു. മക്കൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു. മസ്ജിദുൽ ഹറമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. മദീനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. മസ്ജിദുൻ നബവിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അതിനൊന്നും ഒരു പ്രാധാന്യം ഇല്ല എന്നൊക്കെ ചില ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്. തലക്ക് സുഖമില്ലാത്ത ആൾക്ക് അങ്ങനെ പറയാൻ കഴിയും. ഇസ്ലാമിന്റെ ബാലവാടം അറിയുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. സാധാരണ ജമാഅത്ത് നമസ്കാരങ്ങളെക്കാൾ 1,00,000 ഇരട്ടി പ്രതിഫലമാണ് മസ്ജിദുൽ ഹറമിലെ ഒരു റക്അത്തിന്റെ കൂലി. ആർക്കാ സംശയമുള്ള? ഏതെങ്കിലും പുരാന്തന്മാര് മാത്രമേ അതിനെതിരായിട്ട് വിളിച്ചു പറയുള്ളൂ. അങ്ങനെയുള്ള ആളുകളൊക്കെ വേറെ നല്ല ചികിത്സക്ക് വിധേയരാക്കണം. ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന തർക്കമില്ലാത്ത കാര്യം 1,00,000 റക്അത്ത്. അതാണ് മക്കയിലെത്തുന്ന ആളുകൾ അവിടെ താമസിച്ച് ആ ഹറമിന്റെ നമസ്കാരത്തിൽ പങ്കെടുത്ത് പരമാവധി ആ പുണ്യം കരസ്ഥമാക്കി. പലപ്പോഴും ഇങ്ങനെ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോയ ആളുകൾ തന്നെ മക്കയിൽ താമസിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് കണ്ട് അവിടെ സിയാറത്തിന്റെ ഭാഗമായി കുറെ സ്ഥലങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി സഫയും മർവയും ഹറമിന്റെ ഉള്ളിലാണ്. അതേപോലെ തന്നെ ഹറമിന് പുറത്തുള്ള മിനയും മുസ്ദലിഫയും അറഫയും ജബലുർ റഹ്മയും ജബലുൻ നൂറും അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹിജ്റയുടെ ഭാഗമായി ഒളിച്ചിരുന്ന സൗർ ഗുഹയും ഒക്കെ കാണുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണെങ്കിലും പലപ്പോഴും ഹജ്ജിനൊക്കെ നേരത്തെ പോകുന്ന ആളുകൾക്ക് ഒരുപാട് സമയം കിട്ടും. ദുൽഹിജ്ജ 8-ന് മുമ്പ് ഒരുപാട് സമയം ഫ്രീ ഉണ്ടാവും. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് പരമാവധി കണ്ട് ഒരു ടൂർ മാതിരി അതിന്റെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അതൊക്കെ സന്ദർശിച്ച് ഭയങ്കര റാഹത്താവുന്നുള്ളതല്ല. മസ്ജിദുൽ ഹറമിൽ ഒരു നമസ്കാരം ഒരു ജമാഅത്ത് കിട്ടുമോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പരമാവധി എത്ര ജമാഅത്ത് എനിക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. ഇനി മദീനയിൽ പോകുന്നു, മദീനയിൽ പോവുക എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഭാഗമായ ഒരു കർമ്മമല്ല. ചില ആളുകൾ ഹജ്ജിന് പോകുമ്പോഴത്തേനും നിയ്യത്താക്കുക മദീനയിൽ എത്തിപ്പെടണമെന്നാണ്. മദീന സന്ദർശിക്കുക എന്നതോ മദീനയിൽ ഹജ്ജിന്റെ ഒരു കർമ്മങ്ങളുമില്ല. പക്ഷേ മദീനയിൽ പ്രത്യേകമായ പുണ്യമുള്ളത് മസ്ജിദുൻ നബവി സന്ദർശിക്കുന്നതിലാണ്. മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. ചില ആളുകളൊക്കെ നിയ്യത്താക്കാറുണ്ട് റൗള ഷരീഫ് കാണണം. ഹജ്ജിന് പോകുമ്പോ തന്നെ ആഗ്രഹം അതാണ്, റൗള ഷരീഫ് കാണണം. ഇനി റൗള ഷരീഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാകുന്നു
എന്ന് തെറ്റിദ്ധരിച്ചു വെച്ച ആളുകളുണ്ട്. ഒരിക്കലും അത് പ്രവാചകന്റെ ഖബറോ അതിന് മുകളിലുള്ള പച്ചക്കുബ്ബയോ പ്രവാചകനെ മറമാടിയ ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് നിൽക്കുന്ന ഭാഗമോ അല്ല റൗള ഷരീഫ് എന്ന് പറഞ്ഞാൽ. റൗള ഷരീഫ് എന്ന് പറഞ്ഞാൽ മാ ബൈന ബൈതി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു തോപ്പ്, ഭൂമിയിലെ സ്വർഗം, ഭൂമിയിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എന്ന് അള്ളാഹു പറഞ്ഞ ഒരു 10-22 മീറ്റർ വീതിയും ഒരു 10-15 മീറ്റർ വീതിയും 10-22 മീറ്റർ നീളമുള്ള സ്ഥലമാണ്. അത്രേ ഉള്ളൂ. അതാണ് റൗള എന്ന് പറഞ്ഞാൽ. പ്രവാചക തിരുമേനിയുടെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള. ആ റൗളയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ പുണ്യം, സുന്നത്ത് നമസ്കരിക്കുന്നതിന് പ്രത്യേകമായ പുണ്യം ഒക്കെ ഉണ്ട്. അത് മസ്ജിദുൻ നബവിയിൽ എത്തിയ ഒരാൾക്ക് അവിടെ പ്രവേശിക്കാം, പ്രാർത്ഥിക്കാം. മസ്ജിദുൻ നബവിയിൽ എത്തിയ ഒരാൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ സന്ദർശിച്ചുകൊണ്ട് സലാം പറയാം. അവിടെ തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകളുള്ളത്. 3 ഖബറുകളും അവിടെ സിയാറത്ത് നടത്താം. പക്ഷേ മദീന സന്ദർശിക്കുക എന്നത് ആ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടല്ല. മദീന സന്ദർശിക്കുമ്പോഴല്ല നിയ്യത്ത് എന്താണ്? മസ്ജിദുൻ നബവി സന്ദർശിക്കണം എന്നാണ്. ശരിക്കും നമ്മുടെ ഹാജിമാര് മനസ്സിലാക്കേണ്ട, നിയ്യത്ത് ശരിയായില്ലെങ്കിൽ ഇതൊന്നും ശരിയാവൂല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ കർമ്മങ്ങളുടെയും സുതാര്യതയും സ്വീകാര്യതയും അതിന്റെ പവിത്രതയും ഇസ്ലാമിൽ അടയാളപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അപ്പൊ നിയ്യത്ത് പാളിയാലോ ഒക്കെ പാടും, നിയ്യത്ത് പാളിയാലൊക്കെ പാടും. അപ്പൊ ആ നിയ്യത്ത് ശരിയാവണം. 1000 റക്അത്ത് നമസ്കരിച്ച കൂലി ഒരു ജമാഅത്തിൽ പങ്കെടുത്താൽ. അപ്പൊ മദീനക്ക് പുണ്യമില്ല എന്ന് പറയാൻ പറ്റുമോ? മദീനക്ക് പുണ്യമുണ്ട് എന്ന് മാത്രമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗരമാണത്. വിശ്വാസിയുടെ ഹൃദയത്തിന്റെ തുടിപ്പാണത്, ഈമാനിന്റെ തണുപ്പാണത്. അവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെ ആഗ്രഹം തന്നെയാണ്. മദീനത്തുൻ നബി എന്നാണ്, പ്രവാചകന്റെ പട്ടണം, മസ്ജിദുൻ നബവി, പ്രവാചകന്റെ പള്ളി. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മദീനക്കൊരു പുണ്യമില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളെ കുറിച്ച് എന്താ നമ്മൾ പറയാ? മദീനയിൽ മരിക്കുന്നവർക്ക് പുണ്യമുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്ത് ദജ്ജാലിന് പോലും പ്രവേശനമില്ലാത്ത ഒരിടം മദീനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഇസ്ലാം അവസാനം മദീനയിലേക്ക് മടങ്ങും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മദീനന്റെ പ്രാധാന്യം. പ്രവാചകന്റെ സ്വഹാബിമാർ, ആയിരക്കണക്കിന് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, പ്രവാചകന്റെ ഭാര്യമാർ, മകൻ ഇബ്രാഹിം ഉൾപ്പെടെയുള്ള കുട്ടികളൊക്കെ മരിച്ചു കിടക്കുന്ന പ്രദേശമാണത്. അവരോടൊക്കെ പോയി അന്ന് സലാം ചൊല്ലുക എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ദുഃഖമുണ്ടാക്കിയ ഉഹുദ് മദീനയിൽ നിന്ന് 4 കിലോമീറ്ററുള്ള മദീന പട്ടണത്തോട് ചേർന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹും മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും ഒക്കെ ശുഹദാക്കളായി മാറിയ ഉഹുദിന്റെ രണാകണം അവിടെയാണ്. അപ്പോ മദീനക്ക് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇസ്ലാം കൽപ്പിച്ച ആ ഷിആറുകളെയും ആ സ്ഥലങ്ങളെയും ആ സമയങ്ങളെയും ആ അടയാളങ്ങളെയും ഒക്കെ അതേപോലെ ആദരിക്കുക എന്ന് പറയുന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, നിന്റെ മനസ്സിൽ തഖ്വയുണ്ടോ, നിന്റെ ഖൽബിൽ ഈമാനുണ്ടോ എങ്കിൽ അത് നിനക്ക് നിർബന്ധമാണ്. അങ്ങനെ തഖ്വയുള്ള ആളുകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. അതിനെ നിന്ദിക്കുന്നവൻ, അതിനെ തള്ളിപ്പറയുന്നവൻ ഇല്ലാത്ത ആളാണെന്ന് അർത്ഥം. ഇനി അതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഹജറുൽ അസ്വദ്, മഖാമു ഇബ്രാഹിം, സഫാ മർവ, റൗള എന്നൊക്കെ പറയുന്നത് ഈ രൂപത്തിലുള്ള പ്രാധാന്യം കൽപ്പിക്കാൻ ഇസ്ലാം പറഞ്ഞപ്പോൾ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായി തുണി കൊണ്ട് ഉരസി അല്ലെങ്കിൽ കൈകൊണ്ട് വടിച്ച് മേലെ തേച്ച് മഖാമു ഇബ്രാഹിമിന്റെ മുകളിൽ കൈകൊണ്ട് ഒന്ന് ആക്കിയിട്ട് കീശിയിൽ ഒന്ന് പോക്കറ്റിൽ ആ പൊടിയൊന്ന് നിക്ഷേപിച്ച് ആ അവിടെയുള്ള പൊടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉണ്ടല്ലോ ഇത് മഖാമു ഇബ്രാഹിം വരതിയ കൈ വരതിയ കുപ്പായം, നമ്മളെ തോളിലെ ഷാലെടുത്ത് കണ്ട് ഹജറുൽ അസ്വദും റൊക്കുൽ യമാനിയും അതൊന്നുമില്ല. സഫാ മർവയുടെ ഭാഗത്തൊക്കെ ആളുകള് ചില്ലുകൂട് വെച്ച് കമ്പിക്കൂട് വെച്ചൊക്കെ അവിടെ അടച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും അതിമൊന്ന് മാന്തിയിട്ട് നോക്കും. അതൊന്നും ഇസ്ലാം കൽപ്പിച്ച
തഅലീമുകളിൽപ്പെട്ട, അതൊക്കെ ഷിർക്കിലേക്ക് പോകുന്ന, ബഹുദൈവാരാധനയിലേക്ക് പോകുന്ന. കാരണം അതിന് എന്തെങ്കിലും ഒരു ഗുണമോ ദോഷമോ പ്രാധാന്യമോ കൽപ്പിച്ചാൽ അതിന് ദൈവികത കൽപ്പിക്കലായി. അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിലൂടെ കിട്ടും എന്ന് റൗളയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോ അപ്പൊ അങ്ങനെ ടൗലെടുത്തുകൊണ്ട് റൗളന്റെ അവിടെ ഇങ്ങനെ വിരിപ്പിലൊന്നും ഇങ്ങനെ വരുത്തിയിട്ട് കീശയിലിടുക, അതൊന്നുമില്ല. അതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്ന, അതൊക്കെ വഴിതിരിഞ്ഞു പോകുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ തവാഫ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് അയാൾ തവാഫ് തുടങ്ങും, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അപ്പോൾ ഹജറുൽ അസ്വദ് മുത്താൻ കഴിയുന്ന ആൾക്ക് മുത്താം, ഇയാൾക്ക് മുത്താൻ കഴിയില്ല. കാരണം അവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ടാക്കിയാലേ മുത്താൻ കഴിയും. തിരക്കുണ്ടാക്കല് നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അപ്പോ ഒരാള് മുത്താൻ കഴിയുന്നില്ലെങ്കിൽ കൈകൊണ്ട് തൊടാനും കഴിയുന്നില്ലെങ്കിൽ കയ്യിൽ വടിയുണ്ടെങ്കിൽ അതുകൊണ്ട് തൊടാം, ഇല്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കാം. കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ പിന്നെ മുത്തണ്ട, അതൊക്കെ നബി കൃത്യമായി പറഞ്ഞ കാര്യം. അപ്പൊ അതിലപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. ഇത് ഹജ്ജിന്റെയും ഉംറയുടെയും, ഇപ്പോ ഉംറ നിർവഹിച്ച് മക്കയിൽ താമസിച്ച് പിന്നെ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ഹാജിമാരൊക്കെ വളരെ ഖുദൂ അന്നി മനാസികക്കും, മനാസിക്കിന്റെ കിതാബുകൾ എന്ന് പറഞ്ഞിട്ട് പല ഹജ്ജ് ക്ലാസ്സിനും പോകുമ്പോ പല കിതാബും തരും. അതിലിങ്ങനെ പ്രാർത്ഥനകളോ കൂടി, ഇത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ ഇത് കൂടി താങ്ങിയ പൊന്താത്തൊരു സാധനമാണോ എന്ന് ഹജ്ജ് ക്ലാസ്സിന് പോയി കുടുങ്ങുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഉംറക്ക് പോകാത്ത ആളുകളെ സംബന്ധിച്ച് അവർ വിചാരിക്കും ഉംറ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്തോ ഒന്നുമില്ല. 7 തവാഫ് നിർവഹിക്കുന്നു, ആദ്യം ഇഹ്റാം ചെയ്യുന്നു, മീഖാത്തിൽ വെച്ചുകൊണ്ട് 7 തവാഫ് നിർവഹിക്കുന്നു, മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ 2 റക്അത്ത് നമസ്കരിക്കുന്നു, സഫാ മറുവയിൽ 7 സഅയും നിർവഹിക്കുന്നു, മുടിയെടുക്കുന്നു. അത്രേ ഉള്ളൂ ഉംറ. ഹജ്ജും വളരെ ലളിതമാണ്. ഇൻഷാ അല്ലാഹ് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ വിശദീകരിക്കാം. അപ്പോ ഖുദൂ അന്നി മനാസികക്കും, ഇതിന്റെ മനാസിക്കുകൾ, ഇതിന്റെ കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ നിർവഹിച്ചുള്ളൂ. ആ ഹജ്ജിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 1,00,000 സഹാബിമാർ പങ്കെടുത്തു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ സഹോദരങ്ങളെ, സമയം മെനക്കെടുത്തി, ആരോഗ്യം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി, വലിയ സാമ്പത്തിക ചെലവുണ്ട് ഇപ്പോൾ ഹജ്ജിന് എന്ന് പറഞ്ഞാൽ. ഗവൺമെന്റ് കോട്ടയിൽ തന്നെ നല്ലൊരു സംഖ്യ വരും, പ്രൈവറ്റ് ആണെങ്കിൽ 2-2.5 ലക്ഷം രൂപ പിന്നെയും കൂടും. അങ്ങനെ സാമ്പത്തികമായി കഴിവുള്ള, ശാരീരികമായി കഴിവുള്ള ആളുകൾക്കാണ് ഇസ്ലാമിലെ ഈ 5ാമത്തെ നിർബന്ധ കർമ്മം ബാധ്യതയായി ഉള്ളത്. കടം വാങ്ങിയിട്ട് പോകേണ്ട ആവശ്യമില്ല, എന്നാൽ പോകാൻ കഴിയുന്ന ആൾക്ക് നിർബന്ധവുമാണ്. അടുത്ത കൊല്ലാക്ക ഇനി ഒരു മോളെ കെട്ടിക്കാണ്ട് മോളെ കെട്ടിക്കാനൊന്നും ഇസ്ലാമിൽ അങ്ങനെ ബാധ്യത പറഞ്ഞിട്ടില്ല. മോളെ കെട്ടിക്കാണ്ട് അവൻ കഴിഞ്ഞിട്ടാക്കാം എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിലെ വിവാഹത്തിന് ഇസ്ലാമിക നിയമപ്രകാരം രക്ഷിതാവിന് ചെലവൊന്നുമില്ല. മഹർ മാത്രമേ ഉള്ളൂ, അത് പുയ്യാപ്പിള കൊണ്ട് കൊടുക്കണ്ട. പിന്നെ വലീമ കൊടുക്കാൻ എത്രയാണ് കഴിയാൻ കൊടുത്താൽ മതി. ആളുകൾക്ക് ഒരു വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സൽക്കാരം അത്രയേ ഉള്ളൂ. അപ്പൊ അതൊന്നും കാത്തു നിൽക്കണ്ട. സാമ്പത്തികമായി തികവുള്ളവർ, ശാരീരികമായി കഴിവുള്ളവർ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന ആ കർമ്മത്തിന് ഇപ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിച്ചു തുടങ്ങി. അവിടെ ഇപ്പോ ചൂടാരംഭിച്ചു കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ ഹജ്ജ് നല്ല ചൂടിലാകും. ജൂൺ ജൂലൈ മാസം എന്നൊക്കെ പറഞ്ഞാൽ ഈത്തപ്പഴം ഇങ്ങനെ പഴുക്കുന്ന കാലം. ഈത്തപ്പഴം ഇങ്ങനെ പഴുക്കണമെങ്കിൽ നല്ല ചൂടുമാണ്, നല്ല പൊരിഞ്ഞ ചൂടിലാണ് ഈത്തപ്പഴം പഴുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ കൽപ്പിച്ച പോലെയുള്ള ഹജ്ജും ഉംറയും നിർവഹിക്കുവാനും സുരക്ഷിതമായി സ്വഗേഹങ്ങളിലേക്ക് മടങ്ങി വരുവാനും എല്ലാ ഹാജിമാർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.